ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഒന്ന് വന്നിട്ടുള്ളതേ ഇവരില്ലാണ്ട് എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു, പക്ഷെ ഇവർ സമ്മതിക്കണില്ല. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റി ഞാൻ വീഡിയോസ് എടുക്കാറില്ല. പുതിയ ജേഴ്സി ഷോൾ കൂവി പുതിയ ജേഴ്സി കൂവി ജേഴ്സി ഒരു വീഡിയോ എടുക്കാൻ നോക്കി. എന്റെ ഷാള് കീറിയില്ല എന്റെ ഷാള് കീറിയില്ലേ, ഇത് പുതിയ ഷാളാണ്. വേറെ എടുക്കാൻ പൈസ ഉണ്ടോ? എന്റെ ഷാള് കീറി 5 രൂപ പറഞ്ഞു. 5 രൂപ കൊടുക്കില്ല. ഞാനിവിടെ വീട് കൊടുക്കാണ്ടിരുന്നതാണ്. അപ്പൊ എന്തോ ഒരു സാധനം മോളല്ലേ പുതിയത് മേടിച്ചേരും പച്ചക്ക് മേടിച്ചേരോ എന്തോ അതങ്ങനെ നമ്മളെന്തെങ്കിലും പറഞ്ഞ് സോറി പറഞ്ഞ് നമ്മളോട് സോറി പറഞ്ഞിട്ട് ഉമ്മ ഒക്കെ തന്നിട്ട് നമ്മൾ ആ സോറി വീണിലൊക്കെ കുട്ടിക്ക് ഭയങ്കര വിഷമം കരച്ചിൽ തുടങ്ങുട്ടോ. അങ്ങനെ കണ്ടിട്ട് കോപ്പി അടിച്ചിട്ടോ. ഇങ്ങനെ ഞാനിവിടെ എന്തായാലും വിഷമിച്ചിരിക്കണ്. ഞാനിപ്പോ വന്നിട്ട് ഉമ്മച്ചെന്തിനാ വിഷമിച്ചിരിക്കണ്, ഉമ്മച്ചെന്തിനാ ടെൻഷൻ അടിച്ചിരിക്കണ് എന്നൊക്കെ വന്ന് ചോദിക്കട്ടുള്ളൂ. അതിന്റെ ആദമും വന്ന് ചോദിക്കട്ടോ, ഉമ്മച്ചെന്തിനാ കരയണ്, ഉമ്മച്ചെന്തിനാ വിഷമിക്കണ്, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ആദമും വന്നിട്ട് എന്നോട് വന്ന് ചോദിക്കണ ചോദ്യം കേട്ടോ. അത് അവൻ ചെറുപ്പം മുതൽ എന്നോട് ചോദിക്കുന്നതാണ്. ഇപ്പൊ ഇവളും അതെട്ടാ. അതിലും വലിയ സന്തോഷം ഒന്നുമില്ല. നമ്മളെ മക്കള് വലുതാരുണ്ടാവോ ഇല്ലെന്ന് തോന്നുന്നില്ല നമുക്ക്. പക്ഷെ നമ്മള് ഇതാണ് പ്രശ്നം. ഇങ്ങനെ കെട്ടിപിടിച്ച് രണ്ടേരം കെട്ടിപ്പിടിക്കണം. ഒരാൾക്ക് ഉമ്മ കൊടുത്താൽ രണ്ടാൾക്ക് രണ്ടും കൊടുക്കണം, ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ മറ്റാൾക്ക് രണ്ടെണ്ണം കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം ഇതാണ്. ഇത് പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ കുറച്ചിനോട് അടുപ്പം കുറവാവും. ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്താ പ്രശ്നം. അങ്ങനെ മതി. അപ്പൊ ഞാൻ കാര്യം പറയട്ടെ. അപ്പൊ ഞാൻ വലന്ന് പോലെ ഇരിക്കണം. അതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ആകെ ഒരു ഉമ്മയുണ്ട്, 2 മക്കളും ഉണ്ട്. ഒരു ഉമ്മ കൊടുക്കാൻ പാടില്ല, ഒന്ന് കെട്ടിപ്പിടിക്കാൻ പാടില്ല. കിടന്നുറങ്ങുമ്പോഴാണ് ഇവിടെ അംഗം. ഒരാൾ എന്ത് ചെയ്യുന്നിടത്തും ഒരാൾ ഇപ്പുറത്തെ സൈഡിലും. രണ്ടുപേർക്കും ഒന്ന് ഇന്റെ അടുത്ത് കിടക്കണം. പിന്നെ എല്ലാവരും ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതാണ് കേട്ടോ. പക്ഷെ ആദ്യം ഇന്റെ ഉമ്മച്ചാന്നെങ്ങനെ പറഞ്ഞാൽ അത് നേരം എന്ത് ചെയ്യും, ഉമ്മാനെ അപ്പുറത്ത് എടുത്തിട്ട് അതിന്റെ അപ്പുറത്തേക്ക് എല്ലാം ഇന്ന നടുക്ക് കെടുത്തിട്ട് അങ്ങനെ കേട്ടോ. അപ്പൊ അവൾക്ക് ഉമ്മാനും കിട്ടും എന്നെയും കിട്ടുമല്ലോ. അപ്പൊ എന്താ പറയാ, ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. എല്ലാം ബേബി ഷാറല്ലാട്ടെ, ഷാള് നമുക്ക് പുതിയത് മേടിക്കാട്ടോ. ഷോറും വെച്ച് ഷാൾ പുതിയതല്ലേ, കീറില്ലേന്നൊക്കെ അവൾക്ക് ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര വിഷമായിട്ടോ. എന്താന്നറിയോ, ഞാനെന്തോ വീഡിയോ എടുക്കണ സമയത്ത് അവളെന്തോ പറഞ്ഞിട്ട് എന്തോ സാധനത്തോട് പിടിച്ച് കുത്തി വലിച്ചപ്പോ കണ്ടോ ജേഴ്സി ഷോള് ഓട്ടായിട്ട്. അപ്പൊ ഇത് പുതിയ ഷോളാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എന്നിട്ട് വിഷമിച്ചില്ലേ. അപ്പൊ ഞാൻ വിഷമിച്ചില്ലേ. വീഡിയോ എടുക്കാം. സോറി, ഓക്കെ, കുഴപ്പമില്ല ബേബി. ഓക്കെ, കുഴപ്പമില്ല. വേറെ വിളിച്ചേക്കാം. എന്നാ കെട്ടിപ്പിടിക്കാവാ. പ്രശ്നം രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് പ്രശ്നം കഴിഞ്ഞില്ലേ. മൂന്നല്ലെങ്കിൽ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. ഇനി വെച്ച് വീഡിയോ എടുക്കട്ടെ പ്ലീസ്. ഓക്കെ. അപ്പൊ കെടുന്നു. അപ്പൊ നമ്മളെ കൂടെ വലുതായ ഉണ്ടോ ഇല്ലേന്നല്ല
നമ്മളെ പോലെ ഇപ്പൊ നമ്മളൊന്ന് വിഷമിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ കൂടായിട്ട് ഇങ്ങനെ എന്തിനും ഉമ്മച്ചി വിഷമിക്കണം, ഉമ്മച്ചി എന്തിനും ടെൻഷൻ അടിക്കണം ഉമ്മച്ചി. ഇപ്പൊ തന്നെ എല്ലാവരും നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ല, ഞാൻ അത് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പൊ എന്റെ ഷോള് കയറിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അവളോട് വിഷമം ഇതായി, കാരണം എനിക്ക് വിഷമം അതിന്റെ പുതിയ ഷാളാണ്. അപ്പൊ എനിക്ക് വിഷമായി. അപ്പൊ ഞാനത് അവളോട് ഇങ്ങനെ കാണിച്ചപ്പോ നിങ്ങൾ തന്നെ കണ്ടില്ല, സോറി പറഞ്ഞ്. സോറി വേണ്ടി ഞാൻ മൈൻഡ് ചെയ്യാണ്ടായപ്പോ വിഷമം മാറാണ്ടായപ്പോ അവള് കരഞ്ഞത് കണ്ടില്ലേ. അവള് എന്താ പറയാ, എന്നെ ഫുള്ള് ഓക്കെ ആക്കണ ആള് ഇപ്പൊ അവളാണ് കേട്ടോ. അവിടെ പിന്നെ എന്നെ കെട്ടിപ്പിടിക്കണില്ല, ഞാൻ അവിടെ എണ്ണിപ്പറക്കൽ തുടങ്ങി. അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ഫുൾ എന്താ പറയാ മത്സരം പോലെയാണ്. ഇപ്പൊ ഞാനൊരാളുണ്ട്, രണ്ടുപേരുണ്ട്, ഫുൾ മത്സരമാണ് ഇപ്പൊ ഇവിടെ രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് എന്തേലും ഞാനിപ്പോ എന്തേലും പണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കെടുന്നു വിചാരിച്ചോ, എന്തെങ്കിലും കാണും കൂടുതലും ജസ്റ്റ് കുറച്ച് കൂടുതൽ ഞാൻ കെടുന്നു വിചാരിച്ചോ. അപ്പൊ വന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കും, ഉമ്മച്ചി എന്തേ വയ്യേ, ഉമ്മച്ചി എന്താ പറ്റും, ഉമ്മച്ചിക്ക് എന്താ വിഷമം, ഉമ്മച്ചിക്ക് ഞാനും എല്ലേ ബേബി ഇല്ലേ. അത് മൂപ്പരാള് ആദ്യമ പറയണ കേട്ടിട്ടാണ് മൂപ്പരാള് പഠിക്കണത് തൊട്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ മൂത്തവരെ നേരിട്ടല്ലേ രണ്ടാമത്തെ പഠിക്കുക. ആദ്യം എപ്പോഴും എന്നെ ഡിപ്പെൻഡ്, എന്താ പറയാ, എന്നെ ഇങ്ങനെ ഭയങ്കര ഡിപ്പെൻഡ്, ഉമ്മ 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 അങ്ങനെയാണ് ആദ്യം അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തിനേതിനും ഉമ്മ വേണം.